കേക്കാറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്. ഒന്ന് വരുൺ ചക്രവർത്തിയുടെ ഫോം നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആണ്. അടി കഴിഞ്ഞ കളിയിലും കൊണ്ട് ഈ കളിയിലും കൊള്ളുകയാണ് അടി. എന്ത് ചെയ്യാൻ പറ്റും? വിക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല അടി കൊള്ളുകയും ചെയ്യുകയാണ്. ആൻഡ് സുനിൽ നരൈൻ വളരെ ആവറേജ് ആയിട്ട് തന്നെ ബോൾ ചെയ്യാണ്. പിന്നെ ബാക്കിയുള്ളവരുടെ 3 ബോളേഴ്സാണ് മുസബാനി, വൈഭവ് അറോറ, അതുപോലെ തന്നെ കാർത്തിക് യാഗി. ഇവർ 3 പേരും അത്യാവശ്യം നല്ല രീതിയിൽ പാച്ചസിലൊക്കെ അവിടെ ഇവിടെ വൈഭവ് അറോറ വന്നിട്ട് ചിലപ്പോഴൊക്കെ നല്ല രീതിയിൽ ബോൾ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും എങ്ങനെ എറിഞ്ഞാലും 10 മേളിൽ 11 എക്കണോമിയിലേ എറിയാൻ പറ്റത്തുള്ളൂ. മുസർബാനിയും അതുപോലെ തന്നെ വിക്കറ്റ് എടുക്കുന്നുണ്ട്. കഴിഞ്ഞ കളിയിലും അതുപോലെ 10 മേളിൽ എക്കോണമിയിൽ എറിയാൻ. അതുപോലെ തന്നെ കാർത്തിക് യാഗിയും ചില ഓവേഴ്സൊക്കെ വന്നിട്ട് അന്യായമായിട്ട് എറിയുന്ന പോലെ തോന്നും, പക്ഷേ എക്സ്പെൻസീവ് ആണ്. സോ ഇത്ര 3 ബോളേഴ്സ് പേസ് ബോളേഴ്സ് 10 മേളിൽ എക്കോണമിയിൽ എറിയുന്ന 3 പേസ് ബോളേഴ്സിനെയും ഫോമിലില്ലാത്ത വരുൺ ചക്രവർത്തിയും വളരെ ആവറേജായ സുനിൽ നരൈനെയും കൊണ്ടിട്ട് KKR എന്ത് ചെയ്യും ഈ സീസൺ എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് മുന്നോട്ടുള്ള ഒരു യാത്രയെന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മിറാക്കിൾ സംഭവിച്ച് വരുൺ ചക്രവർത്തി ഫോമിലേക്ക് വരണം, സുനിൽ നരൈൻ എക്സ്ട്രാ ഓർഡിനറി സീസൺ ഇനി ഉണ്ടാവണം, ഈ മുസർബാനിയൊക്കെ കുറച്ചും കൂടെ എക്കണോമിക്കലായിട്ട് എറിയാനായിട്ട് സാധിക്കണം, അല്ലെങ്കിൽ 10 രാന തിരിച്ചു വരണം. ഏതെങ്കിലും ഒന്ന് സംഭവിച്ച ഒരു അത്ഭുതങ്ങൾ സംഭവിച്ചാലേ KKRന് ബോളിംഗ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ബാറ്റിങ്ങിൽ പിന്നെയും ചെയ്യാനുള്ളത് അവർക്ക് അവിടെ ഇഷ്യൂസ് ഉണ്ട്. കാരണം ഓപ്പണിങ്ങിൽ ഫിൻ അലൻ ഏതെങ്കിലും ഒരു മാച്ചിൽ അടിച്ച് ജയിപ്പിക്കും, പ്രാന്ത് പിടിച്ച് അടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് അതിൻ്റെ ഒരു സിംറ്റംസ് ഒക്കെ കാണിച്ചിരുന്നു. രഹാനെ നല്ല രീതിയിൽ കളിക്കുക. അൻഗ്രിത് രഘുവംശി ഇന്ന് നമ്പർ 3 ഇറക്കിയത് വളരെ നല്ല കാര്യം, അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തു. ആൻഡ് റിങ്കു സിംഗ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യും. അവർ ഫിനിഷിങ്ങിലാണ് അവർക്ക് ആൾ വേണ്ടത്. അവിടെ ഒരു പവലിനെ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള ടീമിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് എങ്ങനെ എത്ര നേരം ഇവർ സർവൈവ് ചെയ്ത് പോകും എന്നുള്ളതാണ്. കാരണം അടുത്ത മാച്ച് എന്ന് പറയുന്നത് ഇവർക്ക് പഞ്ചാബുമായിട്ടാണ്. സോ പഞ്ചാബ് അത്രയും ഫോമിൽ നിൽക്കുന്ന ഒരു ടീമാണ്. അവരുമായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇത്ര 2 കളി തോറ്റിട്ടുണ്ടെന്ന KKRനെ അവരെടുത്ത് കൊടുത്തില്ലെങ്കിലുള്ളൂ അത്ഭുതപ്പെടാനുള്ളൂ. എന്തായാലും അവിടെ പിടിച്ചിരിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും പോരാ, അത്ഭുതങ്ങൾ സംഭവിക്കണം. KKRനെ സംബന്ധിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ.